അമ്പലത്തിൽ ഷർട്ട് ഇട്ടുകൊണ്ട് കയറാമോ? ശിവഗിരിയിലെ ആരാധ്യനായ സ്വാമിജി ശ്രീ സച്ചിദാനന്ദ സ്വാമികളാണ് ഈ സംവാദം ഉയർത്തിയത്. വളരെ പോസിറ്റീവായി നമ്മൾ കാണേണ്ട സംവാദമാണ്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഷർട്ട് ഇട്ടുകൊണ്ട് കയറാവുന്ന അഭിപ്രായമുള്ളവരുണ്ടാകാം, ഇടില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ടാകാം. പക്ഷെ അത്തരം സംവാദങ്ങൾ ഹെൽത്തിയാണ്. സച്ചിദാനന്ദ സ്വാമികളെ പോലെ ശ്രീ നാരായണ ഗുരുദേവന്റെ സന്യാസി പരമ്പരയിൽ വരുന്നൊരു വ്യക്തിയാണ്. ലോകഗുരുവായി നമ്മുടെ ഇടയിൽ ജനിച്ച വ്യക്തിയാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ സന്യാസ പരമ്പരയിൽ വരുന്ന ആ ഋഷിവര്യന്റെ അല്ലെങ്കിൽ ആ സന്യാസിയുടെ ദർശനങ്ങൾ നമ്മൾ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യണം. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ്? എനിക്കറിയാൻ താല്പര്യമുണ്ട്. അതായത് ഷർട്ട് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ കയറാമോ, അതോ ഷർട്ട് ഇടാതെ അമ്പലത്തിൽ കയറാം? ചില ആൾക്കാർ രണ്ട് വാദങ്ങളുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് വാദങ്ങൾ എന്ന് പരിശോധിക്കാം. അതായത് പഴയ കാലത്ത് ബ്രാഹ്മണരിടുന്ന പൂണൂല് കാണാൻ വേണ്ടിയാണ് ഈ ഷർട്ട് ഊരുന്ന പരിപാടി ഉണ്ടാക്കിയെന്നും ആരൊക്കെയാണ് ബ്രാഹ്മണരെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ഒരു വാദം സമൂഹത്തിലെ ചില ആൾക്കാർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. ശരിയാണോ എന്നറിയില്ല, അങ്ങനെ ഒരു വാദമുണ്ട്. മറുഭാഗം പറയുന്നത്, ചില വിശ്വാസധാരകളെങ്കിലും പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത ചക്രങ്ങളുണ്ട്, നെഞ്ചിൽ നമ്മൾ എനർജി സ്വീകരിക്കുന്നുണ്ട്, സ്ത്രീകൾ അത് നെറ്റിയിൽ സ്വീകരിക്കുന്നു തുടങ്ങിയ വിശ്വാസ പദ്ധതികളുണ്ട്. അതായത് ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ട്, മൂലാധാരം മുതൽ സഹസ്രാരം വരെ. അതിൽ എനർജി സ്വീകരിക്കുന്നത് ഇങ്ങനെയാണെന്നൊരു വിശ്വാസമുണ്ട്. അതിനും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ അല്ലെങ്കിൽ ഭൗതികമായ ശാരീരികമായ അടിസ്ഥാനമുണ്ടോ എനിക്ക് സംശയമുണ്ട്. പക്ഷെ അങ്ങനത്തെ വിശ്വാസധാരകളുണ്ട്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമികൾ റേസ് ചെയ്ത ഈ വിഷയത്തിന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ പിന്തുണ കൊടുക്കുകയും ദേവസ്വം മന്ത്രി പിന്തുണ കൊടുക്കുകയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഷർട്ട് ഇട്ടുകൊണ്ട് കയറാമോ, ഷർട്ട് ഇടാതെ കയറാമോ? ഇത്തരം സംവാദങ്ങളെ നമ്മൾ തീർച്ചയായും വെൽക്കം ചെയ്യണം. എൻ്റെ അതിലൊരു കാഴ്ചപ്പാടും നിലപാടും 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ മതങ്ങളിലും മാറുന്ന ചില കാര്യങ്ങളുണ്ട്, മാറാത്ത ചില കാര്യങ്ങളുണ്ട്. ഈ മാറാത്ത കാര്യങ്ങളെയാണ് നമ്മൾ സനാതനമെന്ന് വിളിക്കുന്നത്, എന്നും നിലനിൽക്കുന്നതെന്ന് വിളിക്കുന്നത്, അതിൻ്റെ മൂല്യ സംവിധാനമെന്ന് വിളിക്കുന്നത്. മാറുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉപരിപ്ലവമായ കാര്യങ്ങളാണ്, അതിൻ്റെ ബാഹ്യമായ കാര്യങ്ങളാണ്. അത് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കും. ഈ മാറാത്ത കാര്യങ്ങളെ നമ്മുടെ കോടതി ഭാഷയിൽ നിന്നൊക്കെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്നൊക്കെ പലപ്പോഴും വിളിക്കാറുണ്ട്. അതായത് അടിസ്ഥാനപരമായ മൗലികമായ ഒരു ധർമ്മത്തിൻ്റെ, മതത്തിൻ്റെ, വിശ്വാസധാരയുടെ ആന്തരികമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ. ഇപ്പൊ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം പോലെ അത് അയ്യപ്പൻ്റെ ഒരു എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസാണ്. എന്നാൽ മാറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ മാറുന്ന കാര്യങ്ങളെയും മാറാത്ത കാര്യങ്ങളെയും തമ്മിൽ നമ്മൾ തീർച്ചയായും നമ്മൾ അത് വ്യവച്ഛേദിച്ചറിയണം. അതിൻ്റെ ഒരു കൃത്യമായ കാഴ്ചപ്പാട് വേണം. എൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ മാറാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല. പകരം മാറുന്ന കാര്യങ്ങളിൽ സംവാദം നടത്തി, പരസ്പര സംഭാഷണം നടത്തി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഉദാഹരണം, നമ്മുടെ ജാതീയതയുടെ ഭാഗമായി പല പിന്നോക്ക വിഭാഗങ്ങളെയും നമ്മുടെ അമ്പലങ്ങളിലും മറ്റും പ്രവേശിപ്പിച്ചിരുന്നില്ല. അത് 100% തെറ്റായിരുന്നു. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് കേരളത്തെ നോക്കി വിളിക്കുന്നത് ആ ജാതി ഭ്രാന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ ജാതീയമായ ഭ്രാന്ത് കണ്ടിട്ടാണ്. അപ്പോൾ അതൊക്കെ മാറേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ശബരിമല അടക്കമുള്ള കാര്യങ്ങളിൽ യുവതികൾക്ക് മാത്രമേ പ്രവേശനത്തിന് പ്രശ്നമുള്ളൂ. അതായത് ഇത് ഒരു എന്താ പറയുക, അടിസ്ഥാനപരമായ പ്രതിഷ്ഠാ സങ്കല്പത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആ നൈഷ്ഠിക ബ്രഹ്മചര്യം. അത് മാറാത്ത കാര്യങ്ങളാണ്. അവിടെ സ്ത്രീകൾക്ക് യാതൊരു പ്രശ്നവുമില്ല. ലക്ഷക്കണക്കിന് സ്ത്രീകൾ ശബരിമല വരുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പോകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പകരം ഉള്ളത് ഒരു പ്രായ നിയന്ത്രണമാണ്. അത് അതിൻ്റെ വിശ്വാസധാരയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പോൾ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ സങ്കല്പം ഒരുപക്ഷെ നമ്മൾ സമൂഹം ആക്റ്റീവ്ലി ചർച്ച ചെയ്യേണ്ടതാണ്. ഓരോ സ്ഥലത്തെയും തന്ത്രിയാണ് ആ അമ്പലത്തിലെ ക്ഷേത്രകാര്യങ്ങളിലെ, ആചാരകാര്യങ്ങളിലെ പൊതുവെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കെന്ന് നമുക്കറിയാം. അതോടൊപ്പം ദേവസ്വം ബോർഡുണ്ട്, ഭക്തജന സംഘടനകളുണ്ട്, ദേവപ്രശ്നം പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സമീപനവും ഒരു സംയമനവും ഒരു സമവായവും സ്വീകരിക്കുകയാണെങ്കിൽ അതായിരിക്കും അതിലെ പോസിറ്റീവ്. തീർച്ചയായും സച്ചിദാനന്ദ സ്വാമികൾ മുമ്പോട്ട് വെച്ച ഈ ആശയം ചർച്ച ചെയ്യേണ്ടതാണ്, ഡിസ്കസ് ചെയ്യപ്പെടേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഞാൻ ഇന്ന് തന്നെ യോഗക്ഷേമ സഭയുടെ ഹെഡായ അല്ലെങ്കിൽ പ്രസിഡന്റായ ശ്രീ കാളിദാസ ഭട്ടതിരി അവരോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയത്തിലൊരു നിലപാട് മുമ്പോട്ട് വെക്കണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ NSS ഉണ്ട്, നായർ സർവീസ് സൊസൈറ്റി ഉണ്ട്, SNDP ഉണ്ട്, ശ്രീനാരായണ ധർമ്മപരിപാലന സംഘമുണ്ട്, നമ്മുടെ KPMS ഉണ്ട്, കേരള പുലയർ മഹാസഭയുണ്ട്, ക്ഷത്രിയ സഭകളുണ്ട്, ബാക്കി ബ്രാഹ്മണ സഭകളുണ്ട്, വെള്ളാള ധീവര സഭകളുണ്ട്, ആദിവാസി മുതൽ അമ്പലവാസി വരെയുള്ളവരുണ്ട്. ഇവരുടെ എല്ലാം ഒരു പൊതു സമവായത്തോടു കൂടി ഒരു നിലപാടിലേക്ക് എത്തുന്നതിൽ തെറ്റില്ല. ആ നിലപാട് എന്താണെങ്കിൽ അത് ആ ലോക്കൽ റീജിയണൽ കസ്റ്റംസും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം എന്നും അവിടുത്തെ തന്ത്രിമാരെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ടായിരിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ സച്ചിദാനന്ദ സ്വാമികളുടെ ഈ ചിന്തോദ്ദീപകമായ സംവാദം സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. നിലപാട് അതിൽ നിന്ന് എന്തെത്തണം എന്ന് ഒരു സമവായത്തിലൂടെ വരേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാട് അറിയാൻ എനിക്ക് താല്പര്യം. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം.
നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.